മഹാന്മാര് കിതാബിൽ എഴുതി വെച്ചത് കാണാൻ കഴിയും. ജനിച്ചതെല്ലാം പെൺകുഞ്ഞാണ്. ആദ്യത്തത് പെണ്ണായി, എന്നാ പിന്നെ വലിയ പ്രതീക്ഷ ഉണ്ടാവും അടുത്തത് ആണായിരിക്കും. അപ്പൊ രണ്ടാമത്തതൊന്ന് ആണായാൽ വലിയ ഹൈറായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുന്നു. ഇനി രണ്ടും പെണ്ണായാലോ? മൂന്നാമത്തത് ഏതായാലും ആണാകണമെന്ന ആഗ്രഹമാണ്. മൂന്നും ആണായാലോ? നാലാമത്തത് എങ്ങനെങ്കിലും ശരി നേർച്ച വെക്കും, അതുപോലെ തന്നെ സ്വതക്ക ചെയ്യും, ദുആ ചെയ്യിപ്പിക്കും. മൂന്നും പെൺകുട്ടികളാണ്, നാലാമത്തത് ആൺകുട്ടിയാകണം, ദുആ ചെയ്യണമെന്ന് പറയും. സുഹൃത്തുക്കളെ, എന്നാൽ മഹാന്മാര് പറയാണ്, അതേ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാകണോ? എന്നാൽ ഭർത്താവ് ഭാര്യയുടെ വയറ്റിൽ കൈവെക്കണം ഗർഭത്തിന്റെ തുടക്കത്തിൽ. എന്നിട്ടതാ ആ ഗർഭത്തിന്റെ തുടക്കത്തിൽ ഭാര്യയുടെ വയറിന്മേലങ്ങ് കൈവച്ചിട്ട് ഈ ഭർത്താവ് അവിടുന്ന് പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയും ചൊല്ലിയിട്ട് ഈ ഭർത്താവ് എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി ഉസമ്മി മാ ഫീ ബത്നിഹാ മുഹമ്മദാ ഫജ്അൽഹു ലീ ദക്കറാ. അല്ലാഹുവേ, എന്റെ ഭാര്യ ഇപ്പോൾ ഗർഭത്തിന്റെ ആ തുടക്കത്തിലാണ് ഉള്ളത്. ആ ഗർഭത്തിലുള്ള കുഞ്ഞിന് ഇതാ ഞാൻ നിന്റെ ബിസ്മിയും ചൊല്ലിയിട്ട് ഞാൻ ഇതാ മുഹമ്മദ് എന്ന് പേര് വെക്കുകയാണ്. അതുകൊണ്ട് ഫജ്അൽഹു ലീ ദക്കറാ, ആ എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ നീ എനിക്കൊരു ആൺകുട്ടിയാക്കി തരണേ. ഇങ്ങനെ ഭാര്യയുടെ വയറ്റിന്മേൽ ഇതങ്ങ് ചൊല്ലിയിട്ട് ഭർത്താവ് അങ്ങ് കൈവച്ചാൽ മഹാന്മാര് പറയാണ് ഫഇന്നഹു യൂലദു ദക്കറാ. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഉദ്ദേശിച്ചാൽ ആ ഭാര്യ പ്രസവിക്കാൻ പോകുന്നത് അത് ആൺകുഞ്ഞായിരിക്കും കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് എന്ന പേരിന്റെ പവറാണ്.